തോറ്റ രാവണനെ ബന്ദിയാക്കി കൊണ്ടുപോയ കാർത്തവീരാർജുനന്റെ മനസ്സ് ശാന്തമായി. തന്റെ പ്രവൃത്തി ഒരു മഹായജ്ഞം മുടക്കിയതിൽ അയാൾക്ക് അഗാധമായ ദുഃഖം തോന്നി. ബന്ധനസ്ഥനായ ദശഗ്രീവൻ പോലും തന്റെ വീര്യം കൈവിടാതെ നിന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ അപമാനത്തിന്റെ തീ കാർത്തവീരാർജുനൻ തിരിച്ചറിഞ്ഞു. മഹാരാജാവേ, ക്ഷമ ചോദിക്കുന്നു. അവിടുത്തെ മഹായജ്ഞം മുടക്കിയത് എന്റെ അറിവില്ലായ്മയാണ്. അങ്ങ് എന്നോട് ക്ഷമിക്കുക, കാർത്തവീരൻ വിനയത്തോടെ പറഞ്ഞു. കാർത്തവീരന്റെ വാക്കുകളിലെ സത്യസന്ധത രാവണന്റെ മനസ്സിലെ പ്രതികാരദാഹത്തെ ഒരു നിമിഷം ശമിപ്പിച്ചു. ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രാവണൻ എഴുന്നേറ്റുനിന്നു. തന്റെ കോപമാണ് ഈ പരാജയത്തിന് കാരണമെന്ന് അയാൾക്ക് ബോധ്യമായി. സഹസ്രബാഹോ, ഞാനും ക്ഷമ ചോദിക്കുന്നു. അഹങ്കാരം എന്റെ കണ്ണുകൾ മറച്ചു. സത്യം പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാളിയാണ് നിങ്ങൾ. പരസ്പരം ആദരിച്ചുകൊണ്ട് രാവണനും കാർത്തവീരാർജുനനും സൗഹൃദത്തിന്റെ വാക്ക് നൽകി അവരവരുടെ വഴികളിലേക്ക് തിരിഞ്ഞു നടന്നു. ഇതുപോലുള്ള ഐതിഹ്യങ്ങളും മറ്റു അമാനുഷിക് കാര്യങ്ങളും കഥകളും അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു സീസണുകൾക്കായി ഡിസ്ക്രിപ്ഷനിലെ പ്ലേലിസ്റ്റ് ലിങ്ക് പരിശോധിക്കുക.